തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനം, ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ, ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ ദൈവം നമുക്ക് നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. നാം ഉൽപ്പത്തി പുസ്തകം മുതൽ തുടർച്ചയായി ബൈബിളിലെ ചരിത്ര സംഭവങ്ങളിലൂടെ നാം ചിന്തിച്ച് പോരുകയാണ്. ഈ ക്ലാസ്സുകളിൽ ആരംഭം മുതൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് ഇസ്രായേൽ ജനം അശൂര്യ അടിമത്തത്തിലേക്ക് പോകുന്ന ആ സംഭവത്തെക്കുറിച്ചാണ്. വീണ്ടും യഹൂദ്യ വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും ഐക്യരാജ്യം രണ്ടായി വിഭാഗിക്കപ്പെടുന്നതായ കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. അതിൽ വടക്കേ രാജ്യമായ ഇസ്രായേൽ അശൂര്യ അടിമത്തത്തിലേക്ക് പോകുവാനിടയായി. വീണ്ടും ചില വർഷങ്ങൾ കൂടെ മുന്നോട്ട് ചെന്നു. തെക്കേ രാജ്യമായ യഹൂദ്യ ബാബിലോന്യ അടിമത്തത്തിലേക്ക് പോകുവാൻ ഇടയായി. ബൈബിൾ ചരിത്രം നാം തുടർച്ചയായി ആ ചരിത്ര സംഭവങ്ങളിലൂടെ നാം പഠിച്ചു പോരുകയാണ്. ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിപ്പിൽ ആരംഭിക്കുന്നു. സൃഷ്ടിയുടെ വീഴ്ചയെക്കുറിച്ച് പറയുന്നു. പിന്നീട് പല വംശങ്ങളായി, പല ഭാഷകൾ സംസാരിക്കുന്നവരായി അവർ പല ദേശങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു. അവരുടെ ഇടയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി ഒരു ജനമായി ദൈവം വേർതിരിക്കുന്നു. എല്ലാ കാലങ്ങളിലുമുണ്ട്. മനുഷ്യൻ പാപത്തിൻ്റെ വഴികളിലൂടെ, ലോകത്തിൻ്റെ വഴികളിലൂടെ എല്ലാം പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു കൂട്ടത്തെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു ദൈവം. ഈ കാലയളവിൽ ആ വിളി കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അബ്രഹാമിലൂടെ ഒരു ജനത്തെ, ഇസ്രായേൽ ജനത്തെ, ദൈവജനത്തെ ദൈവം വാർത്തെടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ഏദൻ മുതൽ മിസ്രയീം വരെയുള്ളതായ സംഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതായ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് സീനായി വരെ എത്തുന്നതായ ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. വീണ്ടും ലേവ്യ പുസ്തകത്തിൽ യാത്രയില്ല. ലേവ്യരായ പുരോഹിതന്മാർ അവരെന്തെല്ലാം ചെയ്യണം എന്നീ കാര്യങ്ങളെല്ലാമാണ് ലേവ്യ പുസ്തകത്തിൽ നാം കാണുന്നത്. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ സീനായിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ട് കാദേശ് ബർണയിലെത്തി. 40 വർഷം അവർ മരുഭൂമിയുടെ ചുറ്റി നടന്നു. മോവാബിൽ എത്തുന്നവരെയുള്ളതായ ചരിത്രമാണ് സംഖ്യാപുസ്തകത്തിൽ നാം കാണുന്നത്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ യാത്രയില്ല. ന്യായപ്രമാണം അവർക്ക് ആവർത്തിച്ച് നൽകുന്നു. അത് മോവാബിൽ വെച്ചാണ്. അവിടെ വെച്ച് മോശ മരിക്കുന്നു. വീണ്ടും യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവർ യോർദാൻ കടന്ന് കനാൻ നാട് അവകാശമാക്കി ശത്രുക്കളെ തോൽപ്പിച്ച് 12 ഗോത്രങ്ങൾക്ക് ദേശം
അളന്ന് തിരിച്ച് അവകാശമായി കൊടുക്കുന്നു. യോശുവ മുതൽ ശമൂവേൽ വരെ ഏതാണ്ട് 15ഓളം ന്യായാധിപന്മാർ മാറി മാറി അവരെ ഭരിക്കുന്നു. ശമൂവേലിൻ്റെ കാലമായപ്പോൾ തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഒന്നാമത്തെ രാജാവായി ശൗലിനെ വാഴിക്കുന്നു. ശൗൽ ആ സ്ഥാനത്ത് കൊള്ളരുതാത്തവനായി മാറിയപ്പോൾ, അയോഗ്യനായി മാറിയപ്പോൾ ശൗലിന് പകരം ദാവീദിനെ തെരഞ്ഞെടുത്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. ദാവീദിൻ്റെ മകൻ ശലോമോൻ രാജാവാകുന്നു. ശലോമോൻ്റെ കാലശേഷം യൊരോബയാമും രഹബയാമും രംഗത്ത് വരുന്നു. അതുവരെ ഐക്യരാജ്യമായിരുന്ന അത് രണ്ടായി വിഭജിക്കപ്പെടുന്നു. തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും. വടക്കേ രാജ്യമായി ഇസ്രായേൽ, തെക്കേ രാജ്യമായി യഹൂദ്യ രണ്ടായി വിഭാഗിക്കപ്പെടുന്നു. അതിൽ വടക്കേ രാജ്യമായി ഇസ്രായേലിൽ രാജാക്കന്മാർ മാറി മാറി ഭരിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഏതാണ്ട് 10 കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി അവർ അശൂരിലേക്ക് അടിമകളായി പോകുവാനായിട്ടിടയാകുന്നു. തെക്കേ രാജ്യമായ യഹൂദ്യ ഏതാണ്ട് 20ഓളം രാജാക്കന്മാർ. യഹൂദ്യ രാജ്യം രഹബയാം തുടങ്ങി സിദക്കിയ രാജാവ് വരെ 20 രാജാക്കന്മാർ യഹൂദ്യ ഭരിക്കുന്നു. അതിൽ നല്ലവരായ രാജാക്കന്മാരുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ. 8 പേരോളം നല്ല ദൈവഭക്തിയിൽ ജനത്തെ നടത്തിയവരാണ്, ഭരിച്ചവരാണ്. എന്നാൽ ഭൂരിഭാഗം രാജാക്കന്മാരും കൊള്ളരുതാത്തവരായിരുന്നു. ആ 20 രാജാക്കന്മാരുടെ പേര് ഞാനെന്ന് പറയാം. രഹബയാം, അബിയാം, ആസ, യഹോശാഫാത്ത്, യഹോരാം, അമസ്യാവ്, അഥല്യ എന്ന രാജ്ഞി, യോവാശ്, അമസ്യാവ്, അസരിയാവ് അല്ലെങ്കിൽ ഉസിയാവ്, യോധാം, ആഹാസ്, ഹിസ്കിയാവ്, മനശ്ശെ, ആമോൻ, യോശിയാവ്, യഹോവാഹാസ്, യഹോയാക്കീം, യഹോയാഖീൻ, സിദക്കിയാവ്. ഇങ്ങനെ 20 രാജാക്കന്മാർ. ഞാനിതിൻ്റെ നോട്ട്സ് തന്നുകൊള്ളാം, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. നോട്ട്സിൽ ആ പേര് ഞാൻ തന്നുകൊള്ളാം. അങ്ങനെ 20 രാജാക്കന്മാർ മാറി മാറി ഭരണം നടത്തി. ഈ 20 രാജാക്കന്മാരിൽ ഭൂരിഭാഗവും ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അവരുടെ പാതയിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ പിന്തുടരുന്നവരായിരുന്നു. അവരുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം യഹൂദ്യയെയും യെരുശലേമിനെയും ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രാജാവ് വന്ന് യഹൂദ്യ രാജ്യത്തെ നശിപ്പിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി. അങ്ങനെ ദൈവം അവരെ ബാബേൽ രാജാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനായിട്ടിടയായി. യഹൂദന്മാരെ മാത്രമല്ല, ദൈവത്തിൻ്റെ വിശുദ്ധ ആലയമായ യെരുശലേം ദൈവാലയത്തെയും ദൈവം കൈവിട്ട് കളയുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം നമുക്കെടുക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും ബൈബിളൊന്ന് വിടർത്തുക. സൂമിലുള്ളവരും എല്ലാം ബൈബിളൊന്ന് വിടർത്തി 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ളതായ വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു.
യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിങ്കലേക്ക് തിരിയാതവണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തി ഇല്ലാതാകും യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയെയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. 2 ദിനവൃത്താന്ത പുസ്തകം 36 അധ്യായം 11 മുതലുള്ളതായി വാക്യങ്ങളിൽ നാം വായിച്ച് കേട്ടത് യഹൂദ്യ ബാബിലോണിലേക്ക് പ്രവാസികളായി പോകുവാൻ ഇടയായ കാരണങ്ങളെക്കുറിച്ചാണ്. യഹൂദയുടെ പാപങ്ങൾ എന്ന് പറഞ്ഞ് ദൈവം കൈവിടുവാൻ തക്കവണ്ണം യഹൂദയുടെ 6 പാപങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദൈവം കൺമണി പോലെ കാത്തു സൂക്ഷിച്ച ഒരു ജനം, ദൈവത്താൽ നടത്തപ്പെട്ട ഒരു ജനം, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ജനം, ദൈവം സൂക്ഷിച്ചതായ ഒരു ജനം മുഴുവനായും കൈവിടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. കൈവിടപ്പെടുവാൻ തക്കവണ്ണം യഹൂദയുടെ 6 പാപങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നാം ഈ തിരുവചനം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കണം. മാനസാന്തരപ്പെട്ടവരാണെങ്കിലും ദൈവകൃപ അനുഭവിച്ചവരാണെങ്കിലും ദൈവവേല ചെയ്തവരാണെങ്കിലും ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവകരങ്ങളിൽ ഉപയോഗപ്പെട്ടവരാണെങ്കിലും ദൈവം സൂക്ഷിച്ചവരാണെങ്കിലും യഹൂദയുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാമും കൈവിടപ്പെട്ടു പോകും, നാമും തള്ളപ്പെട്ടു പോകും. നാം മറന്നു കളയരുത്. യഹൂദയുടെ 6 പാപങ്ങൾ, അതിന് 12 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം അത് ഓരോന്നോരോന്നായി കാണുന്നുണ്ട്. 1, അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുന്നു. 2-ാമത്തെ കാര്യം, യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. ദൈവവചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തിക്കൊടുത്തില്ല. 3-ാമത്തെ കാര്യം 13-ാം വാക്യം, തൻ്റെ ഹൃദയം കഠിനമാക്കി. 14-ാം വാക്യം, ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പ്രവർത്തിക്കുന്നു. 14-ാം വാക്യത്തിൻ്റെ ഒടുവിൽ അവർ ദൈവാലയത്തെ അശുദ്ധമാക്കി. 15-ാം വാക്യം, ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ചു. ഓരോന്നോരോന്നായി നാം ചിന്തിക്കേണ്ടതായ വിഷയമാണ്. യഹൂദയുടെ 6 പാപങ്ങൾ. 1, അവർ ദൈവ ഇഷ്ടം ചെയ്തില്ല. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവ ഇഷ്ടം ചെയ്തില്ല. അതാണ് 1-ാമത്തെ പാപം. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ ദൈവ ഇഷ്ടം
ചെയ്തില്ല. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യാനാണ്. നാം ദൈവ ഇഷ്ടം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ കാലത്ത് സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നടക്കാനല്ല, ഈ ഭൂമിയിൽ ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചത്. അതിനുവേണ്ടി ദൈവം നമുക്ക് ഒരു ശരീരം തന്നിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ദൈവ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി. ദൈവ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരു ശരീരം തന്നു. ഈ ശരീരത്തിൽ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം നമുക്കൊരു വീട് തന്നു, ദൈവം നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, ദൈവം നമുക്കൊരു ജോലി തന്നു, ദൈവം നമുക്ക് വരുമാന മാർഗങ്ങൾ തന്നു, ദൈവം നമുക്ക് പണം തന്നു, ദൈവം നമുക്ക് ആരോഗ്യം തന്നു. ഇതെല്ലാം ഇതിന് നടുവിൽ ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നത്. ആരോഗ്യമുള്ളതായ ശരീരം തന്നത്, ഈ ശരീരം കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാഴ്ചയുള്ള കണ്ണുകൾ ദൈവം തന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചെവി ദൈവം തന്നത്, നമ്മുടെ നാവുകൾ ദൈവം തന്നത്, ഇതെല്ലാം ഈ ലോകത്തെ അനുഭവിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. നാം മനസ്സിലാക്കണം. നമുക്ക് സമ്പത്ത് തന്നത്, ജോലി തന്നത്, ആരോഗ്യം തന്നത്, കൈകാലുകളെ തന്നത്, കാഴ്ചയുള്ള കണ്ണുകളും കേൾവിയുള്ള ചെവിയും സംസാരിക്കാനുള്ള നാവുകളുമെല്ലാം ദൈവം തന്നത് ഈ ലോകത്തെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കാനല്ല. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവഹിതപ്രകാരം ജീവിക്കുവാനാണ് ദൈവം നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത്. ഈ ലോകത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ളവരല്ല നാം ഓരോരുത്തരും, ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ളവരാണ്. നമ്മുടെ കർത്താവായ യേശു പിതാവിനെ നോക്കി പറയുന്നതായ വാക്കുകൾ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ എനിക്ക് ഒരു ശരീരം തന്നിരിക്കുന്നു, നീ എൻ്റെ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 4:34. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്താണ് നമ്മുടെ കർത്താവ് പറയുന്നത്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത്. എന്നെ അയച്ചവനുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ദൈവജനം ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ അവയവങ്ങൾ ഇവയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇല്ല എങ്കിൽ നാം ഒരു ദിനം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കും. നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. ദൈവസന്നിധി നിൽക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്താൻ ഇടവരരുത്. എൻ പാപത്താൽ എൻ്റെ തല താണുപോകാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നമുക്കെടുക്കാം. 7-ാം അധ്യായം
21 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്ത് പറയും. ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആരോടാണ് പറയുന്നത്? ചുമ്മാ ഇരുന്നവരോടല്ല, ലോകത്തിൻ്റെ വഴികളിൽ നടന്നവരോടല്ല ഈ വാക്കുകൾ പറയുന്നത്. ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചവരോടല്ല ഈ വാക്കുകൾ പറയുന്നത്. ദൈവ വഴിയിൽ നടന്നവരോടാണ്. ദൈവവഴിയിൽ എന്ന് പറഞ്ഞാൽ ആത്മീയത്തിൻ്റെ വഴിയിൽ നടന്നവരോടാണ്. അവരെന്തെല്ലാമാണ് ചെയ്തത്? കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നടന്നവരാണ്. വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചവരാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രവചിച്ചവർ, ദൈവവചനം പ്രസംഗിച്ചവർ, വചനം പറഞ്ഞവർ, സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്നവർ, ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടന്നവർ, യേശുവിൻ്റെ നാമത്തിൽ പ്രവചിച്ചവർ, യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയവരും വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തവരുമായ ആളുകൾ, അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം ചെയ്തവരായ ആളുകൾ, ആത്മീയ ശുശ്രൂഷയിൽ നിന്നവർ, ആത്മീയ രംഗങ്ങളിൽ നിന്നവർ, ആത്മീയ രംഗങ്ങളിൽ നടന്നവർ, അവരോട് പറയുന്നതായ വാക്കുകളാണ്. എന്താണ് പറയുന്നത്? അന്ന് ഞാൻ അവരോട്, ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് തീർത്ത് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, തീർത്ത് പറയുമെന്നാണ്. പിന്നെ അവിടെ വാദിക്കാൻ ഇടമില്ല, ന്യായീകരണങ്ങൾക്ക് സ്ഥാനമില്ല. അയ്യോ കർത്താവേ, അവരൊക്കെ അങ്ങനെ നടന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്. വേറെ ന്യായീകരണങ്ങൾക്കൊന്നും ഇടമില്ല, തീർത്ത് പറയും. പിന്നെ അവിടെ മിണ്ടാനിടമില്ല. എന്താണ് ഇവരെന്ന് പറയുന്നത്? കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏകനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ഓർക്കണം, പലതും പറയും, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. ഞാൻ ഇന്നിപ്പോൾ ദൈവവേലൊന്നും ചെയ്യുന്നില്ല, അതിങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലേ. ഒന്നിനിടമില്ല. ഞാനിപ്പോൾ എൻ്റെ കാര്യമൊക്കെ നോക്കി കിടക്കുന്നു, എൻ്റെ വഴികൾ നടക്കുന്നു, ചിലക്ക് തെറ്റൊക്കെ പറഞ്ഞു. കാരണം ഇങ്ങനെയൊക്കെ ആത്മീയരംഗത്ത് സംഭവിച്ചതുകൊണ്ടല്ലേ. ന്യായീകരണങ്ങൾക്കൊന്നും അവിടെ ഇടയില്ല, തീർത്ത് പറയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏകനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ശരീരം നമുക്ക് തന്നിരിക്കുന്നു, നീ ഒരു ശരീരം എനിക്ക് തന്നിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഉള്ളിൽ ഒരേ ഒരു കൊതി മാത്രം, നീ തന്നതിൻ്റെ എല്ലാ നടുവിൽ നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കണം. നമ്മുടെ ഉള്ളിൽ ഈ ഒരു തീരുമാനം വരണം. അല്ല എങ്കിൽ വലിയ വിപത്തുകൾ നാം നേരിടേണ്ടി വരും. നമ്മെ ഓരോരുത്തരെയും നോക്കിക്കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റമില്ല. ദൈവത്തിൻ്റെ പ്രകൃതത്തിന് ഒരിക്കലും മാറ്റമില്ല. അവൻ നിത്യനായ ദൈവമാണ്. ദൈവമുമ്പിൽ ഞാനും നിങ്ങളും
ദൈവത്തിന് ഇഷ്ടമാകുന്നത് പോലെ ജീവിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊള്ളണം. തോന്നിയ പോലെ നടക്കാൻ ഇടയാകരുത്. നമ്മുടെ ഇഷ്ടം പോലെ നടക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ദൈവ ഇഷ്ടം ചെയ്തില്ല എങ്കിൽ അടിമകളായി കൊണ്ടുപോകും. ബാബിലോണ്യ രാജാവ് വന്ന് യുദ്ധം ചെയ്ത് അവരെല്ലാവരെയും ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി. നീണ്ട 70 വർഷം ബാബിലോണിയ അടിമത്തത്തിൽ അവർ പാർക്കേണ്ടി വന്നു. അവരുടെ കിന്നരങ്ങളെ ആരലി വൃക്ഷത്തിൻ്റെ കൊമ്പുകളിന്മേൽ തൂക്കിയിട്ട് പാട്ട് നിന്നുപോയവരായി, ഗാനം നിലച്ചുപോയവരായി. സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവെന്ന് ചോദിച്ചു. ഞങ്ങൾ എങ്ങനെ പാടും? വിലപിക്കുന്നവരായി ബാബേൽ നദികളുടെ തീരങ്ങളിൽ അവർ ഇരിക്കുന്ന ഒരു കൂട്ടമായി മാറി അടിമത്തത്തിലേക്ക് പോയി. നമ്മളൊരു സൂക്ഷ്മതയോടെ നിന്നില്ല എങ്കിൽ നമ്മളും നമ്മുടെ മക്കളും തലമുറകളും അടിമത്തത്തിലേക്ക് പോകുവാനിടയാകും. ഒരു കാര്യം നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. ഞാനും നിങ്ങളും ദൈവ ഇഷ്ടത്തിനായി, ദൈവ ഇഷ്ടം ചെയ്യുവാനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. സുവിശേഷ വേല ചെയ്യുന്നതും കൂട്ടായ്മയ്ക്ക് വരുന്നതും സാക്ഷ്യം പറയുന്നതുമെല്ലാം നല്ലത് തന്നെ. എന്നാൽ ദൈവ ഇഷ്ടപ്രകാരമല്ല എങ്കിൽ, ദൈവഹിതപ്രകാരമല്ല എങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുകയില്ല. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. ദൈവ ഇഷ്ടം ചെയ്യാഞ്ഞാൽ ദൈവസന്നിധിയിൽ നിൽക്കുകയില്ല. ആകയാൽ ഞാനും നിങ്ങളും ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും കാര്യങ്ങളിൽ രൂപാന്തരം, വ്യത്യാസം വരുത്തേണ്ടതുണ്ടെങ്കിൽ വ്യത്യാസം വരുത്തി മുന്നോട്ട് പോകണം. അതിനെല്ലാം സഹായിക്കുന്നതാണ് ബൈബിൾ ക്ലാസ്സും കൂട്ടായ്മ യോഗങ്ങളുമെല്ലാം. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് നോക്കണം. ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് റീഷേപ്പ് ചെയ്ത് രൂപാന്തരപ്പെട്ട് മാറ്റി. ദൈവഹിതം എന്താണ്? ഞാൻ ഇന്ന് ദൈവഹിതപ്രകാരമാണോ നിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ച് ഒന്ന് ക്രമീകരിക്കേണ്ടേ. ഈ ഭൂമിയിൽ നമ്മൾ ജീവനോടെ ആയുസ്സോടെ ഇരിക്കുമ്പോഴെല്ലാം നമുക്ക് ക്രമീകരിക്കാനുള്ള അവസരങ്ങളുണ്ട്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് നാം ദൈവസന്നിധിയിൽ നിന്ന്. കാരണം എവിടെയെങ്കിലും വക്കൊടിയുകയോ അറ്റം ചുളുങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നേരെയാക്കി തരുന്ന കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് നാം. ഒന്ന് രൂപാന്തരപ്പെടണം. അതാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം ആരംഭത്തിൽ നാം വായിക്കുന്നത്. ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് രൂപാന്തരപ്പെടാൻ. നമുക്കൊന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. അതങ്ങ് ഓർമ്മിച്ചിട്ട് ദൈവത്തിൻ്റെ മനസ്സലിവ് അങ്ങ് പറഞ്ഞു കൊടുത്ത് ഈ ജനത്തെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മപ്പെടുത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ്? സ്വാഭാവിക കൊമ്പുകളെ ദൈവം ഒടിച്ചു കളഞ്ഞ് കാട്ടൊലുവായിരുന്ന നിങ്ങളെ കൊണ്ടുവന്ന് ആ ഒലിവുമരത്തോട് ചേർത്ത് ഒട്ടിച്ച് ഒലിവുമരത്തിൻ്റെതായ എല്ലാ പുഷ്ടികൾക്കും എല്ലാ നന്മകൾക്കും ഒരു ഒലിവുമരത്തിൻ്റെ ശാഖ എങ്ങനെ ഓഹരിക്കായി നിൽക്കുന്നുവോ അതുപോലെ തന്നെ ഒലിവുമരത്തിൻ്റെ സകല നന്മകൾക്ക് ഓഹരിക്കാരാകുവാൻ തക്കവണ്ണം നല്ല കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞ് കാട്ടൊലുവാർ നിങ്ങളെ കൊണ്ടുവന്ന
ഒരു മരത്തോട് ചേർത്ത് ഒട്ടിച്ച് നിർത്തിയായ ദൈവത്തിന്റെ കരുണയും കൃപയും മനസ്സലുമെല്ലാം ഈ ജനത്തെ ഓർപ്പിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങനെയെല്ലാം നടന്നവരാണ്, എങ്ങനെയെല്ലാം ജീവിച്ചവരാണ്, ഇന്ന് ഈ പദവിയിലേക്ക്, ഇന്ന് ഈ അനുഭവത്തിലേക്ക്, സ്വർഗത്തിലെ ദൈവവുമായൊരു ബന്ധത്തിലേക്ക്, ദൈവം തരുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവീകമായ ഒരു സംസർഗത്തിലേക്ക് മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നവനായ ഒരു ദൈവമുണ്ട്. ആകയാൽ അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം എനിക്ക് നിങ്ങൾക്ക് തരാനൊരു പ്രബോധനമുണ്ട്. ദൈവത്തിന് മനസ്സലിവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് തരാനൊരു സന്ദേശമുണ്ട്. എന്താണത്? റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സലിവ് അനുഭവിച്ചവരാകയാൽ നിങ്ങൾ ഇനിയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നീ ലോകത്തിന് ഇഷ്ടപ്പെടാതെ നിങ്ങൾ ജീവിച്ചു പോകരുത്. ലോകത്തോട് അനുരൂപപ്പെട്ട് ഇനി മുന്നോട്ട് പോകരുത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവ ഇഷ്ടം ചെയ്യുവാനായി, ദൈവഹിതം ചെയ്യുവാനായി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ചില ജീവിതങ്ങളുടെ അനുഭവങ്ങളിലൂടെ, ചില ഉദാഹരണങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവ ഇഷ്ടത്തിന് വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തവനായൊരു ദൈവമുണ്ട്. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാം, അവൾ തന്നെ തന്നെ ദൈവഹിതത്തിനായി വിട്ടുകൊടുത്തു. കണ്ടാലും ഞാൻ അവിടുത്തെ ദാസി, നിന്റെ വാക്കുപോലെ, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ അവളെ തന്നെ ഇട്ടുകൊടുത്തു, ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. ദൈവ ഇഷ്ടത്തിനായി നീ എനിക്കൊരു ശരീരം തന്നു, എൻ്റെ ഈ ശരീരത്തിൽ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ, ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. നിന്നയാണ് വരുന്നത്, ദുഷിയാണ് വരുന്നത്, എന്തെല്ലാം പരിഹാസങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. അവൾ നിന്നിരുന്നതായ സ്ഥലത്ത് നിന്നും നിൽക്കക്കള്ളിയില്ലാതെ ഓടിപ്പോകേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് വായിക്കുന്നത്. മറിയം ബന്ധപ്പെട്ട എലിസബത്തിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോവുകയാണ്. ഓർക്കണം, അവിടെ നിന്നും ബന്ധപ്പെട്ട് ഓടി മാറേണ്ടതായ അവസ്ഥ വരെയും വന്നു. എല്ലാവരും നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു, എന്തെല്ലാം നിന്ദകളാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ അവൾ ദൈവഹിതത്തെക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്ന് അവളോട് അറിയിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല, പിടികിട്ടിയില്ല എങ്കിലും അവൾക്ക് ദൈവം കൊടുത്തതായ ശരീരം ദൈവ ഇഷ്ടത്തിനായി അവളെ ഏൽപ്പിച്ചു കൊടുത്തു. അവൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി. സകല തലമുറകളും ഭാഗ്യവതി എന്ന വാഴ്ത്തുന്നവളായി മാറി. ക്രിസ്തുവിനെ ഈ ഭൂമിക്ക് നൽകുവാൻ, ദൈവപുത്രനെ ഈ ലോകത്തിന് നൽകുവാൻ ദൈവം അവളെ ഉപയോഗിച്ചു. ഒരു പത്രോസിനെ നാം കാണുന്നുണ്ട്. അന്ന് ആ പത്രോസ് അവൻ്റെ പടക് കർത്താവിൻ്റെ ഇഷ്ടത്തിനായി വിട്ടുകൊടുത്തതുകൊണ്ട് അവന് നഷ്ടം വന്നില്ല. കാലിയായ പടകായിരുന്നു, ഒന്നും പിടിക്കാതെ നിന്നവനാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിന്നവനാണ്. അവൻ്റെ പടക് കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ട് അതവന് നഷ്ടമായി തീർന്നില്ല. അന്ന് ആ മർക്കോസ്
മർക്കോസിന്റെ മാളിക മുറി കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തതുകൊണ്ട് മർക്കോസിന്റെ മാളിക മുറി ആദിമ അപ്പോസ്തലന്മാർക്ക് വേണ്ടി വിട്ടുകൊടുത്തതുകൊണ്ട് നഷ്ടമായിരുന്നില്ല. ഒരു ബാലനെ നാം കാണുന്നുണ്ട്. ആ ബാലൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുത്തത് അവന് നഷ്ടമായി തീർന്നില്ല. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. യഹൂദ്യയുടെ ഒന്നാമത്തെ പാപം, അവർ ദൈവ ഇഷ്ടം ചെയ്തില്ല. ദൈവം നമുക്ക് തന്നതായ ഓരോ രംഗങ്ങളിലും ഓരോ കാര്യങ്ങളിലും നാം ഇന്ന് ദൈവ ഇഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു എന്നുള്ളതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ 5-ാം വാക്യം മുതൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം മുതൽ, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. ഇതാ ഞാൻ വരുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ഹനനയാഗവും വഴിപാടുകളും ദൈവസന്നിധിയിൽ പ്രസാദിക്കുവാൻ പോരായികയായി വന്നപ്പോൾ ഞാൻ ആ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഉള്ളിലൊരു തീരുമാനം വരണം. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുകയാണ്. ജോൺ സാർ എഴുന്നേറ്റ് നിങ്ങളോട് അല്പം ചില വാക്കുകളോട് സംസാരിക്കും. ഇന്ന് മറ്റൊന്നും നടന്നില്ലെങ്കിലും ഈ ഒരു തീരുമാനം, നിങ്ങളുടെ ഹോളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുണ്ട്, സൂമിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്നവരുണ്ട്. നാമായിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിച്ച് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നന്മകൾ ധാരാളം അനുഭവിച്ചവരാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ് ധാരാളം അനുഭവിച്ചവരാണ്. നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവഹിതപ്രകാരമാണോ നാം നിൽക്കുന്നത്? ദൈവഹിതപ്രകാരമാണോ നാം ഇന്ന് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതം ഇന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ഒന്ന് രൂപാന്തരപ്പെട്ട ഇന്ന് മുതൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ഇനിയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ചില കാര്യങ്ങളിൽ മാത്രമല്ല, പൂർണ്ണമായും മുഴുവനായും എൻ്റെ കർത്താവേ, ഇന്നു മുതൽ മുഴുവനായും നിന്റെ ഹിതപ്രകാരം ഞാനിതാ എന്നെ സമർപ്പിക്കുന്നുള്ളതായ തീരുമാനം ദൈവരങ്ങളിലേക്ക് കൊടുക്കാം. ജോൺ സാറ് അല്പസമയം നമ്മോട് സംസാരിക്കും. സ്തോത്രം. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മുടെ ശുദ്ധീകരണം ആണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശുദ്ധീകരണം പ്രാപിക്കുക, ശുദ്ധീകരണം ലഭിക്കുക. ശുദ്ധീകരണം ലഭിക്കണേ എന്ത് വേണം? എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണം ഇല്ലെന്ന് തിരിച്ചറിയണം. ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ് ഞാൻ നിൽക്കുന്നത്, എന്നാൽ ഞാനൊരു വിശുദ്ധനായി തീർന്നിട്ടില്ല, ഞാനൊരു ശുദ്ധിമതിയായി തീർന്നിട്ടില്ല. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമെന്ന്, എന്നെ വിശുദ്ധീകരിക്കണമെന്ന്
അതാണ് ദൈവവേദത്തിൽ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. ഈ ലോകത്തിന് അനുരൂപരായിട്ടാണോ ഇന്ന് നാം ജീവിക്കുന്നത്? ക്രിസ്തീയ ജീവിതം വളരെ ഗൗരവത്തോടെ നാം ജീവിക്കേണ്ടതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. എന്നാൽ ഈ കാലഘട്ടം ഏറ്റവും വലിയ പിശാച് ഏറ്റവും കൂടുതൽ ദൈവജനത്തിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് എങ്ങനെയും ഒരു വീഴിച്ച് കെണിയിൽ ചാടിച്ച് നിരാശയിൽപ്പെടുത്തി നശിപ്പിക്കാനായി ഉന്നം വെച്ച് നടക്കുന്ന പിശാച് ഏത് വിധേനയും, ഒരുപക്ഷെ ഈ കൂട്ടായ്മയിൽ വന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ഇത്രയും വലിയ പോരാട്ടമുള്ളൂ. പിശാചിൻ്റെ പോക്കറ്റിൽ കിടക്കുന്നവർക്ക്, വചനം കേൾക്കാൻ അവസരം കിട്ടാത്തവർക്ക്, അഥവാ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് വ്യക്തമായി അറിയാൻ അവസരം ലഭിക്കാത്തവർക്ക്, ഒന്നോടെ കൃത്യമായിട്ട് പറഞ്ഞാൽ വ്യക്തമായ ഒരു സമർപ്പണം എടുക്കാത്തവർക്ക് പോരാട്ടങ്ങളില്ല. അവരെന്നും പിശാചിൻ്റെ പോക്കറ്റിൽ തന്നെയാണ്. അവർ നിത്യനാശത്തിനായി മുദ്രയിട്ടിരിക്കുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ടവരായി നാം സൂക്ഷ്മതയോടെയാണോ ജീവിക്കുന്നത്? എത്ര സൂക്ഷ്മതയോടെ വേണം ജീവിക്കാൻ? ഞാൻ നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും മാറി എന്ന് പറയുകയല്ല. ഇന്ന് എൻ്റെ അനുഭവം എത്ര പോരാട്ടമുള്ള അനുഭവമാണ് ഓരോ ദിവസവും. ഇന്ന് ഞാൻ കാലത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന മുറിയിരുന്ന് അധികം നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനും ജെസ്സി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, അരുതാത്ത ഒരു വാക്ക് പറയാനിട വരരുത്. ഇന്ന് അതുപോലെ സൂക്ഷ്മതയോടെ ജീവിക്കണം. ഒരിക്കലും ഒരു അക്ഷരം മിണ്ടാനിട വരരുത്. എന്നാൽ അങ്ങനെ നാം തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, അങ്ങനെ തീരുമാനം വന്നാൽ ആ തീരുമാനത്തെ ഏത് വിധേനയും നശിപ്പിക്കാനായി, അതിൽ നിന്ന് വീഴിക്കാനായി ദുഷ്ടനായ പിശാച് പിന്നാലെ നടക്കുമെന്നുള്ള സത്യം അറിഞ്ഞുകൊള്ളുക. ഇന്ന് ഉള്ളതുപോലെ ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ദിവസം അടുത്ത സമയത്തെങ്ങും ഉണ്ടായിരുന്നില്ല. തൊടനോടും പിടിക്കണോടത്തും എല്ലാം പ്രശ്നങ്ങൾ. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് അത്രമാത്രം സമയം ദൈവസന്നിധിയിൽ കരഞ്ഞു. മാത്രമല്ല, ഇന്ന് പോയപ്പോഴെല്ലാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് പോയത്. എന്നാൽ ചെന്നപ്പോൾ മുതൽ പ്രശ്നങ്ങൾ. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? നാം ഒരു തീരുമാനം എടുക്കാൻ, ആ വ്യക്തമായൊരു തീരുമാനം എടുത്താൽ നമ്മെ അതിൽ തന്നെ വീഴിക്കുന്ന ദുഷ്ടനായ പിശാച്. ഭാഗ്യവശാൽ കർത്താവിൻ്റെ കരുണ ബലഹീനായ അടിയനെ പൊതിഞ്ഞിരുന്നുകൊണ്ട് വീഴാനിടയായില്ല. സൂക്ഷ്മതയോടെ ജീവിക്കണമെന്നാണ് പറഞ്ഞത്. എളുപ്പമല്ല ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് പോരാട്ടങ്ങളില്ല. നമുക്ക് പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങൾ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. എപ്പോഴും പോരാട്ടമാണ്, എന്നും യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നാം ജയിച്ചു നിൽക്കണമെങ്കിൽ എപ്പോഴും ഏത് സമയത്തും ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിലുണ്ടായിരിക്കണം. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം മുതലല്ലേ? എഫേസ്യർ 6:10 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ ഉള്ളത്. അതെ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എപ്പോഴും യേശുവിനെ ധ്യാനിച്ചുകൊണ്ട്, എപ്പോഴും വിളിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെയും നാം നിന്നില്ലെങ്കിൽ നാം വീണുപോകും. പോരാട്ടമുള്ള ജീവിതം അല്ലെ? നിങ്ങളുടെ അനുഭവം നിങ്ങളും ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എന്നാണ് വ്യക്തമായൊരു തീരുമാനം എടുത്തിട്ടുള്ളത്? തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിങ്ങൾ വീഴിക്കാൻ ദുഷ്ടനായ പിശാച് നിങ്ങളുടെ പിന്നാലെ നടക്കും. ഇത് ഒരാളുടെ കാര്യമല്ല പറഞ്ഞത്, എല്ലാ ദൈവമക്കൾക്കും പോരാട്ടമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്നാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പോയി ചാടിയത്? എന്നാണ് നിങ്ങളൊരു സാക്ഷ്യം പറഞ്ഞു? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഓടി നടക്കുന്നു, പിന്നെ ഉടനെ പിശാച് നമ്മെ ഉന്നം വെക്കുകയാണ്. ഏത് വിധേനയും വീഴ്ചയെ പറ്റുള്ളൂ, വീഴ്ചയെ മതിയാവൂ എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടക്കുന്നു. എന്നും പോരാട്ടമാണ് അല്ലേ? ചിന്തിച്ചു നോക്കി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? തീരുമാനം എടുത്തോ, ഏത് സമയത്ത് തീരുമാനം എടുത്തോ. ഇന്ന് ഞാൻ കൃത്യമായിട്ട് ഇന്ന സമയത്തിരുന്ന് പ്രാർത്ഥിച്ചിരിക്കും, ഇത്ര അധ്യായം വേദപുസ്തകം വായിച്ചിരിക്കും, ഇന്ന കാര്യത്തിൽ ഞാൻ കർത്താവെ ഒരിക്കലും ഒരു അക്ഷരം എൻ്റെ നാവിൽ നിന്ന് മിണ്ടുകയില്ല,
ഒരു കാരണവശാലും എൻ്റെ ഹൃദയത്തിലൊരു ചെറിയ ചിന്തയ്ക്ക് പോലും ഞാൻ ഇടം കൊടുക്കുകയില്ല. അങ്ങനെ എപ്പോൾ തീരുമാനമെടുക്കുന്നോ അപ്പോൾ മുതൽ ദുഷ്ടനായ പിശാച് നമ്മെ കെണിവെക്കാനായിട്ട് നമ്മുടെ പിന്നാലെ വരും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർക്കം എടുത്തുകൊള്ളുവിൻ. സർവായുധവർക്കം എടുത്തു നിൽക്കണം. സർവായുധവർക്കം എടുത്തു നിൽക്കണം. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും അലസതയോടെ ജീവിച്ചാൽ അവനെ പിശാച് വീഴ്ചിരിക്കും. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ. ദൈവത്തിൻ്റെ തിരുവചനം എല്ലാം വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്. പിതാക്കന്മാർ പറഞ്ഞു, അലസത ലേശം ബാധിച്ചാൽ, നമുക്കൊന്ന് പാടാം. അലസത ലേശം ബാധിച്ചാൽ അശുഭവഴിക്ക് വശംവദനായി സ്വന്തം ആത്മാവിനെ സ്വയമേ നിഹനിക്കുമെന്ന്. അലസത, ഒരു ചെറിയ അലസത വന്നാൽ മതി. ശ്രദ്ധിച്ച് കേൾക്കണം, അലസത വരരുതെന്ന്. ഏതിൽ അലസത വന്നാൽ? നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അലസത വന്നാൽ മതി, പിശാചോടെ കയറിക്കൂടും. നമ്മൾ അവരുടെ നമ്മുടെ സംസാരത്തിൽ അലസത വന്നാൽ മതി, പിശാചോടെ കയറിക്കൂടും. നമ്മൾ ആരോടെങ്കിലും ഒന്ന് തമാശയായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കണു, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നുഴഞ്ഞ് കയറാനായിട്ട് പിശാചിങ്ങനെ ആർത്തി പിടിച്ച് നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. ഏത് വിധേനയും നമ്മെ തെറ്റിച്ചേ തീരൂ എന്ന് വിചാരിച്ച്. അല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആരെങ്കിലും നിങ്ങൾ മനഃപൂർവ്വം ഒരു പാപം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തവർ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിൽ എത്രയോ ഭയാനകമായിട്ടാണ് നമ്മെ പലപ്പോഴും പിശാച് വീഴ്ചിരിക്കുന്നത്. ഒരലസത വരാൻ പാടില്ല. എപ്പോഴും ജാഗ്രതയോടിരിക്കണം. സർവായുധവർക്കം ധരിച്ചുകൊണ്ടിരിക്കണം. സർവായുധവർക്കം ധരിക്കുന്നു. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദരാൻ സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. വേറെ ആരുമല്ല, ഞാൻ തന്നെ എൻ്റെ ആത്മാവിനെ കൊല്ലുമെന്നാണ് പാടിയത്. അലസത ലേശം ബാധിച്ചാൽ, ഒരല്പം അലസത വന്നാൽ ചിന്തിച്ചു നോക്കൂ. നാം എപ്പോഴും ജാഗ്രതയോടെയാണോ ജീവിക്കുന്നത്? നമ്മുടെ സംസാരം എങ്ങനെയാണ്? നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? നമ്മുടെ നോട്ടം എങ്ങനെയാണ്? നമ്മുടെ ഓരോ ആളുകളോട് ഇടപെടുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയ വാക്കിലായിരിക്കും തുടങ്ങുന്നത്. പ്രിയപതി ദൈവജനമേ, ഒരു ചെറിയ മോഹചിന്തയിലായിരിക്കും തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ ചിന്തയ്ക്കിടം കൊടുക്കുന്നു, ഒരു വികാരം കയറി വരുന്നു, അല്ലേ? അല്ലാണ്ട് പെട്ടെന്ന് പോയി എടാപിടാന്ന് പെട്ടെന്ന് പോയൊരു പാപം ചെയ്യുകയല്ല. ചെറിയൊരു ചിന്ത വരുന്നു. ആ ചിന്ത വരുമ്പോൾ തന്നെ ദുഷ്ടനായ പിശാചിനെ വീഴിക്കാൻ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് സർവായുധവർക്കം ധരിച്ചുകൊണ്ടല്ല നിൽക്കുന്നതെങ്കിൽ പിശാച് നമ്മെ വീഴ്ചിരിക്കും. നാം സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടവരാണ്. തിരുവചനത്തിന് മാറ്റമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, എപ്പോഴും സൂക്ഷ്മതയോടെ ജീവിക്കുന്നു. ഒരു സെക്കൻഡ് പോലും ജാഗ്രതയില്ലാതെ ജീവിക്കുന്നില്ല. എപ്പോഴും സൂക്ഷ്മത, ഏത് സമയത്തും സൂക്ഷ്മത. അല്ലേ, ചിന്തിച്ചു നോക്കൂ. എപ്പോഴെല്ലാം നാം വീണിട്ടുണ്ട്? ഇന്നും വീണവരായി ആരെല്ലാം വന്നിട്ടുണ്ട്? ഇന്നും സങ്കടപ്പെട്ട ആരെല്ലാം വന്നിട്ടുണ്ട്? ഒരിക്കലും അത് സംഭവിക്കരുതായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെല്ലാം വന്നിട്ടുണ്ട്? ഇന്നലെ തീരുമാനമെടുത്തവർ ഇന്നും വീണ് വന്നിരിക്കുന്നു. പിശാചിൻ്റെ പരിപാടി അതാണ്. നമ്മെ നിരാശപ്പെടുത്തുക, നമ്മെ എങ്ങനെയെങ്കിലും വീഴിക്കുക, നമ്മെ എങ്ങനെയെങ്കിലും കെട്ടി വലിച്ചുകൊണ്ട് നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുക. ഇത് പിശാചിൻ്റെ പരിപാടിയാണ്. അവൻ്റെ തന്ത്രം നാം മറക്കരുത്. ആ തന്ത്രം അറിയാതെ നാം ഇരിക്കരുത്. അതിനെന്തു വേണം? സർവായുധവർക്കം ധരിച്ചു കൊള്ളണം. സത്യം അരയ്ക്ക് കെട്ടണം. വിശദീകരിക്കുന്നില്ല. സത്യം അരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയെല്ലാം കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയെടുത്ത്. എന്താണ് വിശ്വാസം എന്ന പരിചയ? എന്നെ ഒരാൾ വിളിച്ചു, ഞാൻ ഒരാളുടെ പിന്നാലെയാണ് പോകുന്നത്. ജീവനുള്ള ദൈവം എന്നെ യുഗങ്ങൾക്ക് മുമ്പ് കണ്ടു. ഞാൻ വിലയേറിയവനാണ്. ഞാൻ ഈ ലോകത്തിന് അനുരൂപനായിട്ട് ജീവിക്കേണ്ടതല്ല. അതാണ് ദൈവദാസൻ പറഞ്ഞത്. ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കാൻ ഇടവരരുത്. എന്നെ വിളിച്ച് വേർതിരിച്ചതാണ്. ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പാപത്തിന് ഇടം കൊടുക്കാൻ ഒരിക്കലും നിങ്ങൾ അതിനെ മുതിരരുത്. ചെറുതാണെന്ന് കരുതരുത്. വളരെ ജാഗ്രതയോടെ ജീവിച്ചേ പറ്റുള്ളൂ. ഇത് അന്ത്യകാലമാണ്. ഇത് ഏത് വിധേനയും പിശാച് നമ്മെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനായി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കാലം. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ വരുന്നവരെ ഞാൻ സങ്കടത്തോടെ ഈ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഏതാനും നിമിഷം ഒന്ന് TV യിൽ നോക്കാനിടയിൽ, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല,
പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നിടത്തൊന്നും പാപത്തെക്കുറിച്ച് നിശ്ചിതമായി പറയുന്നില്ല, വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറയുന്നില്ല, വിശുദ്ധിയുടെ കാര്യം മിണ്ടുന്നേയില്ല. എന്നാൽ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ സത്യമാണ്. എന്താണ് സത്യം? എന്താണ് സമ്പൂർണ്ണ സത്യം? വിശുദ്ധിയും വേർപാടും. കറപറ്റാത്ത ജീവിതം നയിച്ചേ പറ്റൂ. പാപം ജീവിതത്തിൽ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നേ പറ്റൂ. ഒരു കാരണവശാലും പാപം വരരുന്നുള്ള വ്യക്തമായ തീരുമാനം നമ്മളാർക്കെല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ അലസത വരുന്നില്ലേ? നാം പല സമയത്തും അലസതയോട് നിൽക്കുന്നില്ലേ? പല സമയത്തും നമുക്ക് ലൂസ് ടോക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലേ? ഒന്നിൽ തുടങ്ങുന്നു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ തുടങ്ങുന്നു, പിന്നെ അത് വന്ന് നമ്മളെ വീഴിക്കുന്നു. അങ്ങനെ വീഴ്ച അനുഭവങ്ങൾ നമുക്ക് അനേകർക്കില്ലേ? വീണ് കഴിയുമ്പോൾ പിന്നെയോ ഏതെങ്കിലും കാരണത്തിലൊരു തെറ്റ് വന്നു, പിന്നെ ഉടനെ ചെയ്യുന്ന ഏറ്റവും വലിയ കെണി എന്താണെന്നറിയാമോ? അവൻ പിന്നെ നിരാശ തരികയാണ്. ഇനി നിനക്ക് രക്ഷയില്ല, നീ ഇനി ശരിയാവാൻ പോകുന്നില്ല, നിന്റെ കാര്യം ഏതാണ്ട് തീർന്നു, നിന്നെ ഇനി എങ്ങനെയെങ്കിലും നിരാശപ്പെടുത്തുന്നു. ദുഷ്ടനായ പിശാചിൻ്റെ കെണിയാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് വേണം? ഞാൻ നിർത്താൻ ശ്രമിക്കുകയാണ്. വചനം നാവിലുണ്ടായിരിക്കണം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം എപ്പോഴും വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം എന്ന പരിചയെടുത്ത് നിൽക്കണം. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു, എൻ്റെ യേശു എന്നെ വിളിച്ചു. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ആരെല്ലാം ചിന്തിക്കുന്നുണ്ട്? യുഗപരിപാടിയിൽ ജീവനുള്ള ദൈവം ഉൾപ്പെടുത്തിയ പ്രിയപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ യുഗപരിപാടിയിൽ ഉൾപ്പെടുത്തി. യുഗങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ ഉരുവാകുന്നതിന് മുമ്പ്, ഞാൻ ഉരുവാകുന്നതിന് എന്നെ കണ്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ വന്ന ഈ മുഴുവൻ ആളുകളും അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ കണ്ടെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ടിട്ട് പോവുകയില്ല. മകനെ, നിന്നെ വിളിച്ചത് വഴിയിലിട്ടിട്ട് പോകാനല്ല, നീ വഴിയിൽ പട്ടുപോകാനല്ല നിന്നെ കർത്താവ് വിളിച്ചത്. വിളിച്ച ദൈവം അങ്ങ് അക്കരെ എത്തിക്കാനാണ് വിളിച്ചത്. അതുകൊണ്ട് എന്താണ്? ഞാൻ വിലയുള്ളവനാണ്, ഞാൻ മാന്യനാണ്, ഞാൻ വിലയേറിയവനാണ്, ഞാൻ രാജകുമാരനാണ്. നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും പരിഗണം. ഞാനൊരു വിലയേറിയവനാണ്. ഞാൻ നിസ്സാരമായ വാക്കുകൾ പറയാൻ പാടില്ല. ഞാൻ നിസ്സാരമായി ചിന്തയ്ക്കിടം കൊടുക്കാൻ പാടില്ല. എൻ്റെ ഹൃദയത്തിൽ അരുതാത്ത ഒരു ചിന്തയ്ക്കിടം കൊടുക്കാൻ പാടില്ല. ഒരു ചിന്ത നിങ്ങൾ വിതച്ചു നോക്കൂ. വലിയ അതിൻ്റെ പരിണത ഫലം കൊയ്യുന്നത് വലിയ മഹാഭാവമായിട്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കണമെന്ന് ഇന്ന് ആരെല്ലാം സങ്കടപ്പെട്ട് വന്നിട്ടുണ്ട്, ആരെല്ലാം നിരാശപ്പെട്ട് വന്നിട്ടുണ്ട്, ആരെല്ലാം ഭാരപ്പെട്ട് വന്നിട്ടുണ്ട്, ആരെല്ലാം എനിക്ക് ജയിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ള ചിന്തയോടെ വന്നിട്ടുണ്ട്. കർത്താവ് ആരെയും തള്ളിക്കളയുന്നില്ല, ജീവനുള്ള ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ വിശ്വസിക്കൂ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ഭൂമിയിൽ ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും, നമ്മെ സ്നേഹിക്കുന്നില്ലെങ്കിലും സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തലകളെ വണക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തമായ തീരുമാനം. കർത്താവേ, ഞാൻ സൂക്ഷ്മതയോടെ ജീവിക്കും, ഞാൻ എപ്പോഴും കരുതലോടെ ജീവിക്കും, എപ്പോഴും ഞാൻ അവിടുത്തെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ, കർത്താവേ, ആ തിരുരക്ത കോട്ടയിൽ ആശ്രയിച്ച് ജീവിക്കും. കർത്താവേ, എന്നെ മതിൽ സംരക്ഷണത്തിൽ കാക്കണമേ എന്നുള്ള അഭയയാചനയും പ്രാർത്ഥനയും എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നു പൊങ്ങേണ്ടതാണ്. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞത് നാം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, എൻ്റെ രോമകൂപങ്ങൾ പോലും എപ്പോഴും യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്ന്. രോമകൂപം സ്തുതിക്കുന്ന അവസ്ഥ. നമ്മളെ വിളിച്ചത് പൂർണ്ണ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ വഴിയിൽ നമ്മൾ പട്ടുപോകാതിരിക്കണമെങ്കിൽ, വഴിയിൽ നാം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ പുത്രനെ ചുംബിച്ചുകൊണ്ട്, എപ്പോഴും ആ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട്, ആ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജയജീവിതം സാധ്യമാകുകയുള്ളൂ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വിളിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിളിക്ക് യോഗ്യമാമണ്ണം ഇന്ന് വരെ ഞങ്ങൾ ജീവിച്ചിട്ടില്ല അപ്പാ. എന്നാൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. ഞങ്ങൾ ഇന്ന് മുതൽ സൂക്ഷ്മതയോടെ ജീവിക്കും. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ അലസതയ്ക്കിടം കൊടുക്കുകയില്ല. കർത്താവേ, ഇപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നല്ലോ, തിരുസാന്നിധ്യം ഞങ്ങൾക്ക് തരുന്നുവല്ലോ. മഹാപരിശുദ്ധനായ തേജോമയനായ ആ മാലാഖമാർ രണ്ട് കരം കൊണ്ട് മുഖം മറച്ചുകൊണ്ട്, രണ്ട് ചെറുകൊണ്ട് മുഖം മറച്ചുകൊണ്ട്, രണ്ട് ചെറുകൊണ്ട് കാലുകൾ മറച്ചുകൊണ്ട്, രണ്ട് ചെറുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർ തട്ടഹസിക്കുന്ന തേജോമയനായ പരിശുദ്ധനായ ദൈവം ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഈ ഏഴകളും പുഴുക്കളുമായി ഞങ്ങൾ എന്തുള്ളു കർത്താവേ. എന്നാൽ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ, അവിടുന്ന് ഞങ്ങളെ കഴുകുവാൻ ഇവിടുന്ന് വന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, സൂമിലായിരിക്കുന്നവരെയും ഇവിടെ ഹോളിൽ വന്നുകൂടിയിരിക്കുന്നവരെയും ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവരെയും കർത്താവേ അവിടുന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഇപ്പോൾ
ഇപ്പോൾ ഞങ്ങൾ പുതിയ തീരുമാനത്തിലേക്ക് വരികയാണ്. ഇനി ഞങ്ങൾ അലസതയോടെ ജീവിക്കുകയില്ല. ഇനി ഞങ്ങൾ ഒരു കാരണവശാൽ നിസ്സാരമായ ഒരു വാക്ക് പറയുകയില്ല. ഇനി ഞങ്ങൾ അരുതാത്തൊരു ചിന്തക്കിടം കൊടുക്കുകയില്ല. കർത്താവെ, ആകുല ചിന്തക്കിടം കൊടുക്കുകയില്ല. ഭാര ചിന്തക്കിടം കൊടുക്കുകയില്ല. മുറുകെ പറ്റുന്ന പാപവും കർത്താവെ സകല ഭാരവും വിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞങ്ങൾ ഓടി തികയ്ക്കും കർത്താവേ. അതിനായി ഞങ്ങളെ കർത്താവെ കഴുകി വെടുപ്പാക്കണമേ. ഇന്ന് കർത്താവെ ഈ വന്നിരിക്കുന്ന ജനത്തിന്റെ മേൽ, ഈ വാക്കുകൾ കേൾക്കുന്ന ജനത്തിന്റെ മേൽ നിന്ന് കർത്താവെ ആ ബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവെ ഉള്ളം കഴുകി കൊടുക്കണമേ. ഉള്ളം ശുദ്ധീകരിച്ചു കൊടുക്കണമേ. കർത്താവെ അവർക്ക് നിർമ്മല ഹൃദയം കൊടുക്കണമേ. അവരുടെ ഭാരമെടുത്ത് മാറ്റണമേ. എന്റെ കർത്താവിന്റെ തിരുരക്തത്താൽ എല്ലാം കഴുകിപ്പോയി. ഞാൻ എന്നെന്നും നിന്റെ അടിമയാണ് കർത്താവേ. ഇനി ഞങ്ങൾക്ക് പാപത്തിന്റെ അടിമയായി ജീവിക്കണ്ടപ്പാ. ഇന്ന് മുതൽ ഞങ്ങൾ പുതിയ സൃഷ്ടിയായി ജീവിക്കും കർത്താവേ. അങ്ങനെ ആരെല്ലാം പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നവരുടെ മേൽ തിരുരക്തം പുരണ്ട കരമെന്ന് വിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിശ്വസിക്കൂ. സത്യം സത്യം, നിങ്ങൾ ആ സത്യം വിശ്വസിക്കൂ. ആ തിരുരക്തം പുരണ്ട കരം, ആണിപ്പാറുള്ള കരം, ആ തിരുരക്തത്തിന്റെ കരം ഇപ്പോൾ വന്ന് തൊടുകയാണ്. തീക്കെടുത്ത കരം വന്ന് നിങ്ങളെ തൊടുകയാണ്. നമ്മെ ഓരോരുത്തരെയും തൊടുകയാണ്. നിങ്ങളുടെ പേര് കർത്താവ് എഴുതുകയാണ്. വീണ്ടും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പേര് ഇപ്പോൾ വീണ്ടും അവിടുത്തെ പുസ്തകത്തിൽ എഴുതിയെടുക്കുന്ന അത്ഭുത സ്നേഹത്തിനായി സ്തുതി. കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ. ഒന്നും അവിടെ കാണരുത് കർത്താവേ. ഒരു തുള്ളി രക്തത്താൽ എല്ലാം കഴുകിക്കിട്ടുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അപ്പാ. എന്റെ നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രദറിനെയും ഞങ്ങളുടെ ദൈവവേലക്കാരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട നബിച്ചേട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്നു കർത്താവേ. അവിടുത്തെ ആണിപ്പാറുള്ള കരം പ്രിയ മകന്റെ മേൽ നീട്ടണമേ. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. ഇന്നുവരെ ഞങ്ങൾ നടത്തിയ ജീവനുള്ള അപ്പാ, പ്രാർത്ഥന കേട്ട് ആയിരക്കണക്കിന് അനുഭവം ഞങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പാ. അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.